കെ പി നൗഷാദ് അലി, ഇവിടെ അതിരുവിട്ട പരാമർശങ്ങളും പ്രതികരണങ്ങളും നടത്തി രാഹുൽ ഗാന്ധി എന്നതുകൊണ്ടാണോ വളരെ ശക്തമായ ഭാഷയിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കേണ്ടി വന്നത്? പണ്ടൊരു പേരുണ്ടായിരുന്നു, BJP-ക്കാർ നിരന്തരം രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ പരിഹാസ പേര്, അതെന്നെക്കൊണ്ട് ആവർത്തിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറയാൻ ഇടയാക്കിയ സാഹചര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്? ഗോപികൃഷ്ണൻ, ഇവിടെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ നേതാവിൻ്റെയൊക്കെ രാഷ്ട്രീയ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഇതൊരു എക്കോ വരുന്നുണ്ട് ഗോപികൃഷ്ണൻ. ഈ ഞാൻ സംസാരിക്കുന്നൊരു എക്കോ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ പരിഹരിക്കാം. ഞാൻ പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു ഒറ്റ നിമിഷം. രാഹുൽ ഗാന്ധിയുടെ തുടക്കം മുതലുള്ള പറയാം. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ഉടനീളം നിങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളിലും ഹൃദയസ്പന്ദനങ്ങളിലും ഉച്ഛ്വാസ നിശ്വാസങ്ങളിലും നിലവിലും ഉണർവിലും നിദ്രയിലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം മാത്രമാണ്. ഇന്ത്യയിൽ സംഘപരിവാർ താണ്ഡവമാടുന്ന ഇടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയെ പോലെ കടന്നു ചെന്ന് ധീരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിരോധം തീർത്ത മറ്റൊരു നേതാവിനെ സ്ഥായിയായിട്ട് നിങ്ങൾക്ക് വേറെ ഒരാളെ കണ്ടെത്തുക സാധ്യമല്ല. അത് കശ്മീരിൽ മുഖ്യമന്ത്രിമാരെ വീട്ടുതടങ്കലിട്ട കാലത്തായാലും RSSകാർ മോബ് ലിഞ്ചിങ് നടത്തിയ പീഡിപ്പിച്ചു കൊന്നെറിഞ്ഞ പെൺകുട്ടികളുടെ കാര്യത്തിലായാലും മണിപ്പൂരിൻ്റെ കാര്യത്തിലായാലും CAA വിരുദ്ധ സമരത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ രാഹുൽ ഗാന്ധി എവിടെയും നിറഞ്ഞു നിന്നിട്ടുണ്ട്. RSS ആണ് ഗാന്ധിയെ കൊന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറയാൻ എൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്, സവർക്കർ എന്നല്ല എന്ന് അദ്ദേഹം നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ സംഘ് പരിവാർ വിരുദ്ധത. അദ്ദേഹം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇവർ വിഷപ്പുക ഉയർത്തിയ സാഹചര്യത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി അദ്ദേഹം ചെലവഴിച്ച് തീർത്തിട്ടുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിന് തൊട്ടു മുൻപ് ഞാൻ ചോദിച്ചത്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പദപ്രയോഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം വിളിക്കാതെ വിളിച്ചത് പണ്ട് BJP-ക്കാർ നിരന്തരം രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിച്ചിരുന്ന ഒരു പരിഹാസ പേരാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം അത് ധ്വനിപ്പിച്ചു. ആ പേരിന് അർഹനാണ് താങ്കൾ എന്ന് താങ്കൾ തോന്നിപ്പിക്കരുത് എന്നാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ BJP വിരുദ്ധ ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു മുഖമായി രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുകയും BJP വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മയ്ക്ക് നേതൃനിരയിലേക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് BJP-ക്കാർ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത്, അതിനെക്കുറിച്ചിട്ട് പരോക്ഷമായി സൂചിപ്പിച്ചത്. ഇതിനെ കോൺഗ്രസ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, 1/2 മിനിറ്റ് കൂടി ഗോപികൃഷ്ണൻ കാത്തുന്ന ഞാൻ അതിലേക്കായിരുന്നു വന്നിരുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെയാണ് ഇവിടെ പിണറായി വിജയൻ ഇത്തരത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ സംഘപരിവാർ വിരുദ്ധ നിലപാടുകൾക്കിടയിൽ കേരളത്തിൽ പിണറായിയും ഗോവിന്ദൻ മാഷും ഒക്കെ പറയുന്നത് അയാൾ BJP-ക്കെതിരെ പറയുന്നില്ല, നിലപാടെടുക്കുന്നില്ല, മണിപ്പൂരിൽ പോയിട്ടില്ല, CAA-ക്കെതിരെ പറയുന്നില്ല എന്നിവരെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് കാഴ്ചശക്തിയും കേൾവിശേഷിയൊന്നും ഇല്ലാത്തതിന് നാട്ടുകാരെന്ത് പഴച്ചു? ആ രാഹുൽ ഗാന്ധിയെ BJP-ക്കാർ പതിനായിരക്കണക്കിന് ജോലിക്കാരെ പരസഹസ്രം ശമ്പളം കൊടുത്ത് നിർത്തി ആക്ഷേപിച്ച് അവഹേളിച്ച് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനാക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അവരിട്ടൊരു പേരിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം അദ്ദേഹം ആ ഒരു മനസ്ഥിതിയിൽ സംഘപരിവാറിന് ആനുപാതികമായിട്ട് സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് മുഖ്യ എതിരാളികൾ. സംഘപരിവാർ അദ്ദേഹത്തിൻ്റെ ഒരു എതിരാളിയല്ല. അവരുടെ ദയാദാക്ഷിണ്യവും കാരുണ്യ കടാക്ഷവും ഒക്കെ പ്രതീക്ഷിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, 1.5 വർഷം ഞങ്ങളെ ഇന്ദിരാഗാന്ധി മുത്തശ്ശി ജയിലിലിട്ടു എന്ന്. സംഘപരിവാറിൻ്റെ കൂടെ കോൺഗ്രസിനെതിരെ യുദ്ധം ഒരുമിച്ച് നടത്തിയ കാലത്തുള്ള അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ട പിണറായി വിജയൻ, ജീവിതത്തിൻ്റെ വസന്തവും ഗ്രീഷ്മവും ഹേമന്തവും ശിശിരവും അടക്കം 10 വർഷത്തിലധികം കാലം ജയിലിൽ ഹോമിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രപൗത്രനാണ് രാഹുൽ ഗാന്ധി. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയായിരുന്നു. ആ നെഹ്റു തൊട്ട് 16 സംവത്സരക്കാലം താങ്കൾ പറയുന്നത് ഒരു രാഷ്ട്രീയ മാന്യതയുടെയും മര്യാദയുടെയും ഒക്കെ കാര്യമാണെങ്കിൽ അത് ആദ്യം ലംഘിച്ചത് രാഹുൽ ഗാന്ധിയല്ലേ? ഇപ്പോൾ ദേശീയ തലത്തിൽ BJP-ക്ക് എതിരായിട്ടുള്ള കൂട്ടായ്മയിൽ പരസ്പരം കൈകോർത്ത് നിൽക്കുന്നവരാണെന്ന് ആദ്യം മറന്നതും
ഇവിടെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ടില്ല? 2 മുഖ്യമന്ത്രിമാർക്ക് ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലുള്ള കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ മാത്രം ഒഴിവാക്കി? എന്ത് രഹസ്യബന്ധമാണ് അതിനുള്ളതെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന തരത്തിൽ ആദ്യം ആ മാന്യത മറികടന്ന് അതിനെ മറന്ന് പ്രവർത്തിച്ച ആളും പ്രതികരിച്ച ആളും രാഹുൽ ഗാന്ധിയല്ലേ? അതിനുള്ള മറുപടി ആയിരുന്നില്ലേ ഇന്ന് മുഖ്യമന്ത്രി നൽകിയത്? അല്ല ഗോപികൃഷ്ണൻ പറഞ്ഞത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കഴിഞ്ഞ 2-2.5 മാസക്കാലമായിട്ട് കേരളത്തിലെ CPM നടത്തുന്ന പ്രചരണമാണിത്. അവർ ജനമധ്യത്തിൽ അപഹാസ്യരായപ്പോൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അവർ രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് 4 ദിവസം മുമ്പ് വരെ CPM-ഉം ഞങ്ങളും തമ്മിൽ ബായിയാണ്, ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാർത്ത അച്ചടിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആ പത്രം മുമ്പിലിരുത്തിയാണ് MV ഗോവിന്ദൻ തലേന്ന് കോഴിക്കോട് കടപ്പുറത്ത് വരെ CAA-ക്കെതിരെ, ഏക സിവിൽ കോഡിനെതിരെ, 370-നെതിരെ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി BJP-ക്കെതിരെ ഒന്നും പറയുന്നില്ല എന്ന് ആ തത്തമ്മേ പൂച്ച എന്ന മട്ടിൽ ആ വാചകം ഒഴിഞ്ഞത് ആ MV ഗോവിന്ദനും പിണറായി വിജയനുമാണ് ഇത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരനുണ്ട്. അവർ പറയുന്നത് അസത്യമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലെങ്കിൽ അതും അവർ ചാർജായിട്ടെടുക്കും. ആ ദൗത്യമാണ് രാഹുൽ ഗാന്ധി നിർവഹിച്ചത്. അതിനിത്ര പ്രകോപിതരായിട്ട് രാഹുൽ ഗാന്ധിക്ക് BJP-യും RSS-ഉം കൽപ്പിച്ച് നൽകിയ പേരുകളൊക്കെ ധ്വനിപ്പിക്കുന്ന പിണറായി വിജയൻ എവിടെ നിൽക്കുന്നു എന്ന് കേരളത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇന്നത്തെ ദിവസത്തിന് സാധിച്ചോ? രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയനിലപാടുകൾക്കുമെതിരെ നിൽക്കുന്നവർ ഇന്ന് ഈ രാജ്യത്ത് സംഘ് പരിവാർ മാത്രമാണ്, അല്ലാത്ത ആരുമില്ല. പിണറായി വിജയനും സംഘവും നിൽക്കുമ്പോൾ അവർ സംഘ് പരിവാറിൻ്റെ B ടീമായി വളരെ കൃത്യമായി മാറുന്നു. അതിനപ്പുറത്ത് യാതൊരു രാഷ്ട്രീയ സന്ദേശവും അത് നൽകുന്നില്ല എന്ന് കേരളം ഇന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശരി, ഞാൻ വരാം. ശ്രീ P. ജയരാജൻ.